ഷമ്മാസിന്റെ വീട്ടുകാർക്ക് അറിയാം ഡിവോഴ്സിന്റെ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് തന്നെ ഷമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു വക്കീലുണ്ട്, പിന്നെ ആളുടെ പേര് ഷുക്കൂർ. അപ്പോൾ ഷുക്കൂർ എന്ന് പറയുന്ന നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഫിലിം, എന്താ ഫിലിമിന്റെ പേര്? യെസ്, ആ ആളാണ് സത്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. ആളുടെ അടുത്തേക്ക് കാഞ്ഞങ്ങാട് ഞാൻ പോയിട്ട് അപ്പോൾ ഭയങ്കര ഒരു ഫേമസ് കേസ് ആള് ചെയ്തിരുന്നു, ഒരു കൊലക്കേസിന്റെ എന്തോ അവിടെ ഒരു പെണ്ണിനെ ഗോവയില് കൊന്നു എന്തോ അങ്ങനത്തെ ചെറുക്കലത്തെ. അങ്ങനെ ആള് എന്നെ ഹെൽപ്പ് ചെയ്തു. ആൾ എന്നോട് പറഞ്ഞു നീ എത്ര കാലം കോർട്ടിൽ പോയാലും നിങ്ങൾക്ക് ഡിവോഴ്സ് ഇപ്പോൾ കിട്ടാൻ കുറച്ച് പാട് തന്നെയാണ്, ആള് തരില്ല ഡിവോഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പോകാം, അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാൻ നോക്കിയിട്ട് കോർട്ടിൽ നിന്ന് അങ്ങനെ ഒരു പേപ്പർ എടുത്തു തന്നു. അത് ഞാൻ പള്ളിയിൽ പോയി, പള്ളി മുഖേന എനിക്ക് ഫസ്റ്റ് കിട്ടി. ആളെന്നെ കാണാതെയും എനിക്ക് ചെലവ് തരാതെയും, നമ്മൾ ഇസ്ലാമികപരമായിട്ട് തന്നെ ഒരു റൂളുണ്ട്, അതിനനുസരിച്ച് പേപ്പറിൽ കൊടുത്തു. അങ്ങനെ എനിക്ക് ഡിവോഴ്സ് കിട്ടി. എന്റെ സൈഡിൽ എനിക്ക് ഡിവോഴ്സ് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ അൽഹംദുലില്ലാ ഞാൻ രക്ഷപ്പെട്ടു. ആ പേപ്പറിൽ കൊടുക്കുന്ന അന്നത്തെ ദിവസം തൊട്ട് ഞാനൊരു ഡിവോഴ്സ് ആയി. അങ്ങനെ പിന്നെ സന്തോഷമായി അൽഹംദുലില്ലാ, ബാക്ക് ടു സിംഗിൾ ലൈഫായി. അപ്പൊ ഷമ്മ പറഞ്ഞു ഇനി പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഡ്രീമാണ് എയർലൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, എയർലൈൻ വേണ്ട, അത് നമുക്ക് എപ്പോഴും എല്ലാ കാലവും ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല. നാളെ ഒരു മക്കളായെങ്കിൽ നിങ്ങൾക്ക് മക്കളെ പഠിക്കാൻ കൊണ്ടുവരും, നീ ഫാഷൻ ഡിസൈനിങ് എടുക്ക്. അപ്പൊ അതാകുമ്പോൾ നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിന്റെ മക്കളെ ഒന്നിച്ചിട്ടുണ്ട്. ഫാഷൻ ഡിസൈനിങ് എന്നുള്ളത് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമായിരുന്നു? അല്ല, ലൈക്ക് ഫാഷൻ ഡിസൈനിങ് ആഗ്രഹം. എൻ്റെ ഉപ്പ ഫാഷൻ ഡിസൈനിങ് പോലെയാണ്, ഉമ്മ ഒരു മെറ്റീരിയൽ എടുക്കും, സ്റ്റിച്ച് ചെയ്യും, ഉമ്മാനതായ മോഡൽ വരച്ചു കൊടുക്കും, അങ്ങനെ എല്ലാം കണ്ടിട്ടാണ്. ഷമ്മാസിന്റെ ഐഡിയ ആണ് ശരിക്കും ഫാഷൻ ഡിസൈനിങ്. ഷമ്മാസ് ഫാഷൻ ഡിസൈനിങ് പഠിച്ച് ഷോപ്പ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡാണ്, പിന്നെ എന്താക്കുന്നത് പറഞ്ഞല്ലേ ഓക്കെ അത് കുറെ ഫ്യൂച്ചറിൽ നല്ല നല്ല കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് മാംഗ്ലൂർ പോയി ഞാൻ ജോയിൻ ചെയ്തു. അൽഹംദുലില്ലാ ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ. ബിക്കോസ് ആ ഡിസിഷൻ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത്. ഒരുപക്ഷെ ഞാനിപ്പോൾ എയർലൈൻ പഠിച്ചിരുന്നെങ്കിൽ വെറുതെ പഠിക്കും മാത്രമേ ഉണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ ജോലിക്ക് പോയില്ലായിരുന്നു. എൻ്റെ മക്കള് പ്രഗ്നൻസി അത് ഇത് അങ്ങനെല്ലാം പറഞ്ഞാൽ പോയില്ലേ. ഇതാകുമ്പോൾ എൻ്റെ കരിയറും എൻ്റെ ലൈഫും ഒന്നിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കരിയറായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ കുറെ അപ്പ് ആൻഡ് ഡൗൺസ് അത് എല്ലാ ഫീൽഡിലും ഉണ്ടാവും, ഏതൊരു കരിയറിലുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ കേസ് കോടതിയിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നന്റ്, എൻ്റെ മോനെ പ്രഗ്നന്റ് ആയിട്ട് 8 months ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആൾക്ക് എൻ്റെ കേസ് ഒഴിവായി കൊടുക്കുന്നത്. അന്നാണ് ഞാൻ കാണുന്നത്. ആഫ്റ്റർ 2-3 years ആൾ കാണും വിത്ത് മൈ ഹസ്ബൻഡ്. ഞാൻ കൈയൊക്കെ പിടിച്ചൊരു ഫിലിം സീൻ പോലെയാണ് പോയത്. കണ്ടപ്പോ അല്ല, ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ എന്റെ ലൈഫ് ഞാൻ ഒപ്പിട്ട് രക്ഷപ്പെടുത്തു എന്നുള്ള റിക്വസ്റ്റ് കാരണമാണ്. കാരണം ആൾക്ക് കോർട്ട് അറ്റൻഡ് ചെയ്ത് കൊടുക്കണം, ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആളുടെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല സമയത്തിനുള്ളിൽ. ഇല്ല, അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിപ്പോ കുട്ടികളെല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ, എനിക്കറിയില്ല. എന്തായാലും നല്ല ജീവിതം കൊടുക്കട്ടെ ആ കുട്ടികൾക്കും ആ വൈഫിനും എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കട്ടെ, അതേ ഉള്ളൂ എൻ്റെ നിയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ ലൈക്ക് തുടങ്ങാൻ വേണ്ടി ഫസ്റ്റ് തന്നെ മാരീഡ് ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷെ പറ്റിയില്ല, പ്രഗ്നന്റ് ആയി. അങ്ങനെ കുറെ ഡിലേ വന്നു. പിന്നെ കുട്ടിയായ ശേഷമാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസൈനിങ് ചെയ്തു കൊടുക്കാറുണ്ട്, പക്ഷെ ആദ്യം വീട്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായത്. വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുത്തിട്ട് അതിനോടൊരു പാഷൻ വന്നു, എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ എൻ്റെ തന്നെ വെഡിങ് ഓൺ ഡ്രസ് ഞാൻ ഡിസൈൻ ചെയ്തു. അങ്ങനെയെല്ലാം കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ടും ഹസ്ബൻഡാണ് നല്ലോണം സപ്പോർട്ട് ചെയ്തത്. ഇന്ന് എൻ്റെ ഈ സക്സസിന്റെ ബാക്കിൽ എൻ്റെ ഉമ്മ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മദർ ഇൻ ലോ, ഷീ ഈസ് വെരി സപ്പോർട്ടീവ്. ചോദിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഷോപ്പ് ഇടാന്ന് പറയുമ്പോൾ കാസർഗോഡ് എന്നുള്ള മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹസ്ബൻഡ്, ഫാമിലി, ഇൻലോസ് ഒക്കെ ആയിരിക്കും. എൻ്റെ മദർ ഇൻ ലോ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, നീ യൂട്യൂബ് ചാനൽ തുടങ്ങും, ബ്ലോഗിങ് അങ്ങനെ ഒരു അത്രയും. പിന്നെ എൻ്റെ മദറിലോ എൻ്റെ അവിടുത്തെ ആൾക്കാരൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഒരു ലൈക്ക് അവരെല്ലാം ഒരു സൈലന്റ് ആയിരുന്നു. ഞാൻ പക്ഷേ എല്ലാവരും മൊത്തത്തിൽ വൈലൻ്റാക്കി വെച്ചു. ഞാൻ ബാക്ക് ടു അഫാനായി. ഞാൻ എൻ്റെ ലൈഫ് റിയൽ ലൈഫ് ഞാൻ ജീവിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറെ അനുഭവിച്ചു. അത് സാറില്ല, അൽഹംദുലില്ലാ അതിനൊക്കെ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടി. ഇപ്പം അൽഹംദുലില്ലാ 2 കുട്ടികളുണ്ട്, അതും ഹാപ്പിയാണ്. പിന്നെന്താ ഹസ്ബൻഡിന്റെ ഉമ്മ പിന്നെ നല്ലോണം സപ്പോർട്ടീവാണ്. പക്ഷെ ഹസ്ബൻഡിന്റെ ഉമ്മാനെ
കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അയച്ചു വിടുന്നത് ഒരു നല്ല രീതിയല്ല, ഇതൊരു നല്ല പറ്റിയതല്ല. പക്ഷെ ഷീ വാസ് ലൈക്ക് ഓൾ അങ്ങനെ പറയുന്നു കേൾക്കണ്ടപ്പ അതങ്ങനെ തന്നെ അതിന് വലിയതാക്കണ്ട ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. മാഷാ അല്ലാഹ് അതൊരു ബ്ലെസ്സിങ് ആണ്. അത് ചിലപ്പോ എന്റെ മദറിലോ സപ്പോർട്ടീവ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് നല്ല മദറിലോസിനെ ഭാഗ്യമാണ് ഇന്നത്തെ ജനറേഷൻ. പിന്നെ ഞാൻ പറയട്ടെ ഇപ്പോഴത്തെ കാലത്ത് കുറെ ആൾക്കാർ വെറുതെ മദറിലോ ഇങ്ങനെ പറയുന്നത് വെറുതെ ദാറ്റ്സ് ടോട്ടലി റോങ്. ആ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ ഒന്നാണ്, മദർ ഇൻ ലോസിന്റെ കംപ്ലൈന്റ് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, ആദ്യം നീ നിന്റെ ഉമ്മ ആയിട്ട് ആളെ കാണാം. നിന്റെ ഉമ്മ ആണ് നീ ഇപ്പൊ ഉമ്മ മദറിൽ ഇങ്ങനെ വഴക്ക് പറഞ്ഞെടുക്കുന്നത്, നമ്മൾ ഉമ്മ വഴക്ക് പറയുമ്പോ നമ്മ ഉമ്മ അല്ലേ സാരമില്ല എനിക്ക് പോട്ട് പാർട്ട് പോലെ അതെന്നാണ് കണ്ടാൽ എല്ലാ പ്രശ്നം 90% പ്രോബ്ലംസ് അവിടെ സോൾവ് ആവുന്നുണ്ട്. അല്ല അതെന്റെ മദറിലോ ഓരെന്ത് എന്നെ പറഞ്ഞ അങ്ങനെ ചിന്തിച്ചെങ്കിൽ ലൈഫിൽ ഒരിക്കലും സക്സസ് ഉണ്ടാവില്ല. പിന്നെ മദർ ഇൻ ലോ എന്ന് മാത്രമല്ല ഇൻലോസിനെ മൊത്തത്തിൽ വീട്ടിൽ കാണുമ്പോൾ നമ്മൾ നമ്മളതായിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ അഫാന്റെ പേഴ്സണൽ ലൈഫ്, ഡിവോഴ്സ്, എക്സ് ഹസ്ബൻഡ്, ഇപ്പോൾ ഉള്ള ഈ ലൈഫൊക്കെ നമ്മൾ കുറെ കേട്ടു. മദർ ഇൻ ലോനെ കുറിച്ച് പറഞ്ഞു. സോ നൗ യു ആർ വെരി ഹാപ്പി. അപ്പോൾ ഇതിൻ്റെയൊക്കെ എൻഡിലാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്തിട്ടാണ് ഷോപ്പ് ഓപ്പൺ ചെയ്തത്. 1 year ആയി. ഈ 26ലേക്കാണ് ഫനാസ് ഏഞ്ചൽ എന്നാണ് ഷോപ്പിന്റെ പേര്. ഫനാസ് ഏഞ്ചൽ. അപ്പോൾ ആ ഒരു പേര് എങ്ങനെയായിരുന്നു അതിലേക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി ഫനാസ് ഏഞ്ചൽ? ആക്ച്വലി അഫാന ഷമ്മാസ് ഡിസൈൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നത്. അങ്ങനെ ദുബൈയിൽ ഷോപ്പ് തുടങ്ങാനാണ് ഇന്ന് ആദ്യത്തെ പ്ലാൻ. ദുബൈന്റെ പ്രോഡക്ട്സ് ആണ് മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഷോപ്പിലുള്ളത്. ദുബൈ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഫ്രം തുർക്കി പാകിസ്ഥാനൊക്കെ ദുബൈയിലാണ് എല്ലാം വന്നെത്തുന്നത്. അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് അവിടെ തന്നെ ഒരു ഷോപ്പ്, അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലത്തെ ഷോപ്പിന്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ലൈസൻസിന് അഫാന ഷമ്മാസ് ഡിസൈൻ എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ നാട്ടിലുള്ള പോലെയല്ല, അവിടെ പേര് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പേരുണ്ടെങ്കിൽ അവർ എടുക്കില്ല. അങ്ങനെ അത് റിജക്റ്റ് ആയി. അങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ എന്ത് പേരോട് പറഞ്ഞു ഞാനത് ആ ഒരു ഇതിൽ വിട്ടിട്ടുണ്ടായി. പിന്നെ ഒരു ദിവസം ഹസ്ബൻഡ് പെട്ടെന്ന് ഞാൻ ഷോപ്പിന് പേര് കൊടുത്തു, ലൈസൻസ് കിട്ടി, അഫാനാസ് ഏഞ്ചൽ. ഒരുമാതിരി പേരല്ല ഏഞ്ചൽ, ഒരു നോർമൽ പേരല്ല, നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഇട്ടായി ഇങ്ങനെ ഇടുമ്പോക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആദ്യം വലിയ ഇഷ്ടം ഉണ്ടായിട്ടാ, പക്ഷെ അൽഹംദുലില്ലാ അതിന് സക്സസ് ഒന്നിച്ച് വരുമ്പോൾ പേരിനോടും ഇഷ്ടം. ദുബായിൽ ഷോപ്പ് ഉണ്ട്. അങ്ങനെ ദുബായിൽ ഷോപ്പ്, അതും ആ ഒരു ഫെയിലിയർ സ്റ്റോറി കൂടി ഞാൻ പറയാം. അങ്ങനെ ആദ്യം ഞങ്ങൾ ദുബായിൽ ഷോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഷോപ്പ് എടുത്തു, ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞു, ഷോപ്പിന്റെ പർച്ചേസും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പ് തുറക്കാൻ പോകുമ്പോഴാണ് അറിയുന്നത് ആ ഒരു മാർക്കറ്റ് ഏരിയ ഒരു പുതിയ മാർക്കറ്റ് ആയിരുന്നു സൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർക്കറ്റ് സൂക്കുൽ മർഫ, ആ മാർക്കറ്റ് ഡെഡായി. അങ്ങനെ അപ്പോൾ അവിടെ തുടങ്ങുന്ന ഒരു നല്ല ഐഡിയ അല്ലെന്ന് അവിടെയുള്ള ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നെ ഫ്ലോപ്പായി, ബാക്ക് അടിച്ചു. പിന്നെ അവിടെ വാങ്ങിയ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യാം, വേറെ ഒരു ഹോപ്പും ഇല്ല. പിന്നെ നാട്ടിൽ വന്നിട്ട് ഞാൻ നാട്ടിൽ ഷോപ്പ് തുടങ്ങി. അൽഹംദുലില്ലാ അതൊരു നല്ല ഡിസിഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പൊ തോന്നുന്നത്. ബിക്കോസ് നമ്മുടെ നാട്ടില് നമ്മൾ അറിയപ്പെടുന്ന പോലെ വേറൊരു നാട്ടിൽ പോയി നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. നമ്മളുടെ നാട്ടില് ഇപ്പോൾ ദുബൈയിൽ നിന്ന് വരുന്ന സാധനം ഇപ്പോൾ നാട്ടിൽ എല്ലായിടത്തും അവൈലബിൾ ആണെന്നില്ല. ഇങ്ങനെ പറയും ഇമ്പോർട്ടൻറ്റ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. 90% ഐറ്റംസ് മുംബൈയിൽ നിന്ന് വരുന്നതാണ്. ഈ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ആരെങ്കിലും കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഇപ്പൊ പറഞ്ഞു മദറിൽ ഒബ്വിയസ്ലി സപ്പോർട്ടർ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്? കുറെ പേരെ പറഞ്ഞിട്ടുണ്ട്, അത് പറയാൻ പാടില്ല. ലൈക്ക് എന്റെ ക്ലോസ് റിലേഷൻ പറഞ്ഞിട്ടുണ്ട് വേണോ എന്തിനാ ഇപ്പോ പെണ്ണുങ്ങളായതുകൊണ്ട് ഇതിൽ നടക്കുന്ന സംഭവം തന്നെയാണെന്ന്. പക്ഷെ അതേ ആൾക്കാരാണ് ഇപ്പൊ പറയുന്നത് മഷാവും നീ സക്സസ് ആയില്ലേ മഷാവും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ എന്നെ കുറെ ആൾക്കാർ പെണ്ണായോള് ഷോപ്പിലിരിക്കുന്ന ഒരു പാങ്ങളെ സംഭവം നമ്മൾ കുടുംബത്തിന് പറ്റിയ പണിയാ അത് കേൾക്കുമ്പോൾ അതിൽ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഒരു നെഞ്ഞിൻ്റെ ഉള്ളിലൊരു ബേജാറ്. അന്നൊക്കെ ഞാൻ വിചാരിച്ച സാരമില്ല, നമ്മള് ഇസ്ലാമിലും ഇപ്പൊ ഖദീജ ബീബി ബിസിനസ് വുമൺ. അപ്പോൾ അതെല്ലാം അങ്ങനെ കുറെ മോട്ടിവേഷൻസ് കുറെ സൈഡിൽ നിന്ന് കിട്ടീന്. അപ്പൊ അതും ഹാപ്പിനെസ് ആയിട്ട് ഞാൻ കൂട്ടിയിട്ട് എൻ്റെ ഷോപ്പ് ഞാൻ നടത്തി. അൽഹംദുലില്ലാ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ ബിസിനസ്സും അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ള മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഡിവോഴ്സ് എന്റെ കണ്ടിട്ട് ഡിവോഴ്സിന് പ്ലീസ് നോർമലൈസ് ചെയ്യരുത്. അത് ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള സംഭവമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഹസ്ബൻഡിനോടും നിങ്ങളുടെ മദർ ഇൻ ലോസിനോടും അല്ലെങ്കിൽ ഇൻലോസിനോടും ആരെങ്കിലോടുള്ള പ്രശ്നത്തിൽ ഒരു ഡിവോഴ്സ് ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നെന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഡിസിഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് ഓക്കെ ആണോ, കംഫർട്ടാണോ, എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണോ, അത് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഷമ്മാസും കല്യാണം കഴിഞ്ഞ പടി വരുന്നുണ്ട്, വീണ്ടും ഞാൻ പൊട്ടുറപ്പേ. അത് നമ്മൾ തിങ്ക് ചെയ്യൂ, നമുക്ക് ഇനി ഇത്ര കല്യാണം കഴിഞ്ഞെങ്കിലും എങ്ങനത്തെ ഹസ്ബൻഡ്, ഇനി എങ്ങനത്തെ പെർഫെക്റ്റ് റിലേഷൻ ആണെങ്കിലും ഒരാൾക്ക് ഒരു ഡിമെറിറ്റ്സ് ഉണ്ടാവും. എനിക്കുണ്ടാവും ഡിമെറിറ്റ്സ്, അതെന്റെ ഹസ്ബൻഡിനെ അറിയും. എന്റെ ഹസ്ബൻഡിനുള്ള ഡിമെറിറ്റ്സ് എനിക്കറിയും, അതിപ്പോൾ എല്ലാവർക്കും കാണുന്നില്ല. പക്ഷെ അത് അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് ഇത് ഉള്ള ഡിമെറിറ്റ്, അത് സാരില്ല, അത് കുറച്ച് നേരം അങ്ങനെ വെച്ച് പോയില്ലെങ്കിൽ ജീവിതം ഉണ്ടായില്ല.
അതാണ് ഞാൻ കണ്ടതിൽ വെച്ചത്. കാസർഗോഡ് പൊതുവെ ഒരു വിമൻ ഓൺടർപ്രണർ വരുമ്പോൾ പല കൈൻഡ് ഓഫ് എന്താ പറയുക ബാക്ക്വേർഡ്സ് ഉണ്ടോ, ഇങ്ങനെ എനിക്കൊന്നൊരു സ്വീകാര്യത കിട്ടണമെങ്കിൽ നല്ല പണിയുണ്ട് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെയായിരുന്നു അവരിതെങ്ങനെയാണ് പൊതുവെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടോ, കാസർഗോട്ടുകാർ വിമൻ ഓൺടർപ്രണേഴ്സിനെ അംഗീകരിക്കുന്നുണ്ടോ, അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് ആസ് എ വിമൻ? അതാണ്, അത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഞാൻ ഡ്രൈവിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്നു, ഡ്രൈവിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഡ്രൈവിങ് എപ്പോൾ എടുത്താലും എൻ്റെ കണ്ണിൽ ഇപ്പോൾ കാണുന്ന എങ്ങനെ വെച്ചാൽ, കാസർഗോഡ് എന്നല്ല, ഒരു മെയിൽ വേർഷൻ എന്നുള്ള ആണുങ്ങൾ ഇങ്ങനെ എടുക്ക് നീ പോകുന്നത് കാറിൽ സൈഡാക്കി എന്ത് പെണ്ണിന് പോയിരിക്കും, അത് പറയുമ്പോൾ തന്നെ ഉള്ള ഗട്ട്സ് എല്ലാം പോയി ലൈസൻസ് വേണ്ട, നീ ഓട്ടിക്കോ ഞാൻ ഇടിക്കാന്നാണ് ഞാൻ ഹസ്ബൻഡിനോട് പറയും. ബിക്കോസ് അത്രയും ഡീമോട്ടിവേഷൻ ആണ് പെണ്ണുങ്ങൾ പുരയിലിരിക്കണം എന്നുള്ള ആ ഒരു ചെക്കന്മാരുടെയും തിങ്കിങ് അതാണ്. പിന്നെ ഷോപ്പിൽ ഞാനിപ്പോൾ പെരുന്നാളിൽ ഇപ്പം നമ്മുടെ സീസൺ ടൈമിലല്ലേ നമുക്ക് ലേറ്റ് നൈറ്റ് വരെ ഷോപ്പ് ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി എത്ര സ്റ്റാഫ് ഇരുന്നാലും നമ്മൾ ഇരിക്കുന്ന അവർ ഇത് കിട്ടില്ല. അപ്പോൾ ഞാൻ ലേറ്റ് നൈറ്റ് വരെ ഇരിക്കും. അപ്പോൾ എന്നോട് എല്ലാവരും പറയും എന്ത് പെണ്ണല്ലേ നീ ഇങ്ങനെ ഇരിക്കും, കുറെ ആളുടെ വന്നിട്ടുള്ള നോട്ട് തന്നെ പറയണം. പിന്നെ എനിക്ക് തോന്നുന്നു മെയിൽ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കംഫർട്ട് കുറേ, നമുക്ക് ചിലപ്പോൾ ആള് ഡ്രസ്സ് എടുക്കാനേ ആയിരിക്കില്ല ജസ്റ്റ് ഒന്ന് ഒലിപ്പിരിക്കാനായിട്ടായിരിക്കും വരുന്നത്. ബാർഗൈനിങ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവർ ഡോമിനന്റ് ആയിരിക്കും ആണുങ്ങളായതുകൊണ്ട് തന്നെ. അങ്ങനത്തെ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. അതിനൊക്കെ മനസ്സിലാക്കി ആ കസ്റ്റമേഴ്സ് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ നിൽക്കേണ്ട സ്റ്റാൻഡ് നമ്മൾ നിന്നാൽ ഒരു പ്രശ്നമില്ല. ഇനി എങ്ങനത്തെ പെണ്ണാണെങ്കിലും നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഒരു താക്കത്ത് ഉണ്ടാവും. ലൈക്ക് ഞാൻ ഈ ഡ്രസ്സ് കാണിക്കുന്നത് നിനക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞാൻ എൻ്റെ ബോഡി എക്സ്പോസ് ചെയ്യാനോ അല്ല ഞാൻ നിന്നോട് സംസാരിക്കാനോ അതിന് വേണ്ടിയിട്ടല്ല. ആ നിയത്തല്ല, എന്താണ് നമ്മുടെ നിയത്ത് അതായിരിക്കും നമ്മളുടെ ബിഹേവിയർ. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ നോക്കുകയാണെങ്കിൽ ചില ആണുങ്ങൾക്ക് കുറെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, ഒരു കൊഞ്ചിപ്പ അങ്ങനെ പറയുന്ന ആളുകൾ കാസർഗോഡ്. കുറെ ആണുങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് നീ ഇങ്ങനെ ബിസിനസ് പഠിച്ചേ, കണ്ടു പടിയണത് ഇത് ഇങ്ങനെ ബിസിനസ് ആക്കല്, ഉള്ളിൽ ഇരുന്നിട്ട് ചട്ടി കൈ ഇങ്ങനെ മതി, അങ്ങനെ പറയുന്ന ആളുകൾ ഞങ്ങൾ ഷോപ്പിൽ വരലുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കലുണ്ട് കുറെ ആളുകൾ മോട്ടിവേഷൻ ഷോപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ കുറെ പലതരം ആൾക്കാരെ ഒരിക്കലും ഞാനിങ്ങനെ പറയും എൻ്റെ ഹസ്ബൻഡിനോട്, ഞാൻ എല്ലാം ലൈക്ക് എൻ്റെയും ഹസ്ബൻഡിന്റെ റിലേഷൻ എങ്ങനെ വെച്ചാൽ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഞങ്ങളത് ഷെയർ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ഒരു രഹസ്യം. ഞങ്ങൾ എത്ര തല ഞാൻ പറയും, നീ എന്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വേറെ ആൾ പറഞ്ഞിട്ട് അറിയണ്ട, നീ പറഞ്ഞിട്ട് അറിയണം, ഐ വിൽ ഫോർഗിവ്. നമുക്കത് പ്രശ്നമല്ല, തെറ്റ് ചെയ്യാതെ മനുഷ്യരുണ്ടാവില്ല. അന്ന് പഠിക്കുമ്പോൾ എല്ലാവർക്കും ഓരോരോ ഇത് കൊടുത്തിട്ടുണ്ടാവും, അതിലൊരു പ്രശ്നമില്ല. പക്ഷെ പറയണം, അത് വായ തുറന്ന് പറയാനുള്ള ഇപ്പൊ ഞാൻ ചെയ്തെങ്കിലും ഞാൻ പറയും. ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ പിള്ളമാർ വരും, ലൈക്ക് ടീനേജേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാച്ചിലേഴ്സ് വരും, ഫോൺ ഒന്ന് ചാർജ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇവിടെ ചാർജർ ഉണ്ടാ ആരെങ്കിലും അങ്ങനെല്ലാം ചോദിച്ചു. അപ്പൊ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചു. ചില പറയും എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു ഡ്രസ്സ് വേണം, കുറേ ഫോട്ടോ എടുക്കും വന്നിട്ട് ഷോപ്പിൽ, പിന്നെ വരാട്ടോ ഇത് സംഭവം വേറെ ആയിരുന്നു. അപ്പൊ നമുക്ക് അപ്പൊ അതിൽ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഷമ്മാസ് പറയും, പിന്നെ അതിൽ വെറുതെ ബായി നോക്കി കളിച്ചിന്നു, അത് നിന്റെ ബായി നോക്കാൻ വരുന്നത്, നീ അതിനൊന്നും ഇങ്ങനെ ഇതാക്കേണ്ടേ വേണ്ട, അവർക്ക് കാണിക്കേണ്ടേ വേണ്ട ഡ്രസ്സ്. പക്ഷെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബായി നോക്കി പറഞ്ഞിട്ട് കാണിക്കാത്തവനാണ് വന്നിട്ട് 10,000-20,000 ഡ്രസ്സ് എടുത്തിട്ട് പോകുന്നത്. അത് നമുക്ക് പറ്റുന്നില്ല. ചില ആളുടെ ലുക്കിൽ ഞാൻ വിചാരിക്കും വലിയ കേപ്പബിൾ ഇല്ല, അപ്പൊ ഞാൻ 1000-2000 അങ്ങനെ. പക്ഷെ അത് തെറ്റാണ്. ടോട്ടലി ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ ശേഷമാണ് ഞാനത് പഠിച്ചത്. ഏറ്റവും വേസ്റ്റ് ഡ്രസ്സിങ് സ്റ്റൈലിൽ വരുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്നത്. അവര് പ്രൈസ് നോക്കില്ല, ഏതാ മോളെ നല്ലത് എടുത്താൽ മതി, ഏത് മോളെ നല്ലത്, ഏത് നല്ല ക്വാളിറ്റി ഏത്, അങ്ങനെ പറഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഡ്രസ്സിങ്ങിൽ നല്ല ഗെറ്റപ്പിൽ ഇപ്പൊ ഞാൻ അതിനും ബാർഗൻ ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഷോപ്പിൽ ഞാൻ പുറത്ത് പോയിട്ട് നല്ലോണം പറയും, അങ്ങനത്തെ ആളായിരിക്കും ഏറ്റവും കൂടുതൽ ബാർഗൻ ചെയ്തിട്ട് നമ്മളൊരു ഇതെന്ത് ഇവിടെ ഇത്ര തന്നെയാ, എന്തു ഇത്ര തന്നെയാ ഡ്രസ്സ്, ഈ തുണി അപ്പുറത്ത് 1000 രൂപ അത് പറയുമ്പോൾ മനസ്സിലൊരു ബേജാറ്. ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ ദുബൈയിൽ നടന്നിട്ട് പർച്ചേസ് അതിനെ പുറത്തിട്ട് ലഗേജിൽ ഇട്ടിട്ട് അതിനിടെ എത്തിച്ചിട്ട് ഇവിടെ ചെറിയൊരു സംഭവമല്ല, നമുക്ക് നല്ല കഷ്ടപ്പാടുണ്ട്. അല്ലെങ്കിൽ ഒരു അബായന്റെ ഓർഡർ കിട്ടി, ഇങ്ങനെ ബയ്യനോട് ഈടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് അവസാനം ഹസ്ബൻഡിന് അത് കിട്ടിയിട്ട് ഇവിടെ എത്തുമ്പോൾ നല്ലൊരു ടൈമാണ്. ഇവിടെ എത്തിയിട്ടാകുമ്പോഴായിരിക്കും ആ പറഞ്ഞത് നേരെ പകുതി പൈസ ഇത്ര പൈസക്ക് തരും. ഞമ്മ വെക്കുന്ന പ്രോഫിറ്റ് മൊത്തം ഇപ്പൊ ഈദ് സീസൺ നമ്മളിപ്പോ എത്ര ഇടട്ടെ, എത്ര നമ്മ ഫിക്സ്ഡ് റേറ്റ് ഇടട്ടെ, കാസർഗോഡ് അങ്ങനെ ആദ്യത്തെ പെരുന്നാൾക്ക് നല്ല പണി കിട്ടി. ഞാൻ ഫിക്സ് റേറ്റ് ഇട്ടിട്ട് ഫിക്സ് റേറ്റ് ലൈക്ക് എൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഞാൻ സാധനം വെച്ചത്. എല്ലാവരും വന്നിട്ട് ഡിസ്കൗണ്ട് വെച്ചു. എനിക്ക് ഫുള്ള് ലോസ് ആയിരുന്നു. ലൈക്ക്
എനിക്ക് വേറെ വഴിയില്ല കൊടുക്കാണ്ട് എല്ലാ പിടിയിലും ഇത് അങ്ങനെ ഈ മാസം ഈ Fixed ഫിക്സ്ഡ് rate മാറ്റി. ഫിക്സ്ഡ് റേറ്റ് ഇല്ല ഇതിന് നേരെയുള്ള എല്ലാ പിഴ പോലെ 10 പറയാ 5 കൊടുക്കാം അങ്ങനെയുള്ള ഒരു രീതിയിൽ. പക്ഷെ അതും എനിക്ക് ഇഷ്ടമല്ല. ആ ഒരു കസ്റ്റമർ കുറേ കൂട്ടിയിട്ട് നമ്മ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പ്രൈസ് പറയും. ഞാൻ എപ്പോഴും പറയും ഈ 2 മെറ്റീരിയൽ തൊട്ട് വയ്ക്കോ, ഇതിന് ഇത്രയാണ്. എനിക്ക് അവരുടെ എൻ്റെ ഹക്കായിട്ടുള്ള പൈസ മാത്രമാണ് ഞാൻ അവരുടെ ആഗ്രഹിക്കുന്നത്. എനിക്ക് അതിൽ കൂടുതൽ വേണ്ട. അങ്ങനെയുള്ള ഒരു നീയത്ത് എനിക്കുണ്ട്. പിന്നെ ഡിസൈനിങ് ഫീൽഡിൽ ഞാൻ കുറേ ഫോക്കസ് ചെയ്യാറുള്ളൂ. ബിക്കോസ് മാഷാല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ല നല്ല ഡിസൈനേഴ്സ് ആയി ജാസി ഷീറോ, പിന്നെ ഗനിമി, അവരൊക്കെ നല്ല കുറേ വർക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ മോട്ടീവ് എനിക്കത് പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളല്ല, കൂടുതലും അബ്രോഡ് പോയിക്കൊണ്ട് നിൽക്കണം. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്തിട്ട് കുറെ വർക്കേഴ്സിനെ വെച്ചിട്ട് ഡിസൈനിങ് ഇപ്പൊ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാറേ ഇല്ല. ഇങ്ങനെ കുറെ ആൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കാറാണ് കൂടുതലും. എന്റേത് അബായ, ഇമ്പോർട്ടഡ് ഡ്രസ്, അതാണ്. അൽഹംദുലില്ലാഹ് അതിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫ്യൂച്ചർ പ്ലാൻസ് ഇനി കൂടുതൽ ഷോപ്സ് കാസർഗോഡ് പ്രതീക്ഷിക്കോ അല്ലെങ്കിൽ വേറെ ഇൻഷാ അല്ലാഹ് ഹജ്ജ് പെരുന്നാളിന് മുമ്പ് ദുബായിൽ ഒരു ഷോപ്പ് ഞങ്ങൾ നോക്കുന്നുണ്ട്, കറാമ സൈഡ്. ഇൻഷാ അല്ലാഹ് അത് തുറക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇൻഷാ അല്ലാഹ് ഈ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ പോകും. പിന്നെ അൽഹംദുലില്ലാഹ് ഐ എം സോ ഹാപ്പി വിത്ത് മൈ ലൈഫ് ആൻഡ് മൈ ഡിസിഷൻ. അപ്പോൾ നമ്മൾ അഫാനാൻ്റെ കഥയെല്ലാം കേട്ടപ്പോൾ അഫാന നേരത്തെ പറഞ്ഞു ഒരുപാട് പേര് അഫാനാൻ്റെ ഡിവോഴ്സ് കണ്ടിട്ട് അത് ഇൻസ്പയർ ആയിട്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഡിവോഴ്സ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെടുത്ത് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജും വേണം. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എന്നുള്ളതിൽ പല ഗേൾസ് തന്നെയല്ല, എല്ലാവരുടെയും ഒരു ആഗ്രഹം, പല ആൾക്കാരുടെയും ഒരു ആഗ്രഹമാണ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ളത്. അവരോടുള്ള ഫിനാൻഷ്യലി സെൽഫായിട്ട് ഡിപ്പെൻഡ് ആവണം എന്നുള്ളത് പലരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ഈ രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾക്ക് ഡിവോഴ്സിന് വേണ്ടി റെഡിയായി നിൽക്കുന്നവരോടും അതേപോലെ ബിസിനസ്സിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നവർ രണ്ടുപേർക്കുള്ള ഒരു മോട്ടിവേഷൻ എന്താണ് പറയാനുള്ളത്? നമുക്ക് ഡിവോഴ്സ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ണെടുക്കുക. ഓൾമോസ്റ്റ് 90% നമ്മൾ കണ്ണെടുക്കുക. നിന്നെ ഫിസിക്കലായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് ടു ഡിവോഴ്സ്. ലൈക്ക് നിങ്ങൾക്ക് നിന്റെ ഉമ്മയോട് പറയും എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇത് നമ്മളോട് അള്ളന്നെ പറഞ്ഞിട്ട് അതുപോലെ തല്ലുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഇസ്ലാമിലും എവിടെയും പറഞ്ഞിട്ട്, അതുകൊണ്ട് അതൊന്നും സബൂറിന്റെ ഭാഗത്തിൽ കൂട്ടണ്ടേ വേണ്ട. അതാണ് ഫസ്റ്റ്. അതെ, അതിൽ ഒരു ചേഞ്ച് ഇല്ല. അങ്ങനത്തെ ആൾക്കാരൊന്നും ഫസ്റ്റ് തന്നെ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. കുറെ കാലം സഹിച്ച് വെറുതെ ലൈഫിന്റെ ടൈം, അവരുടെ ടൈം, ലൈഫ് ഒന്നും കളയണ്ട. വെറുതെ നമ്മൾ തൊട്ട് നമ്മുടെ പാരന്റ്സിനെ ഒന്നും ഇതാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഡിവോഴ്സ് പിന്നൊന്ന് പറയാന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്യുന്നെങ്കിൽ അതിന് തക്കതായ റീസൺസ്, അത് അത്രയും വലിയ റീസൺസ് ആയിരിക്കണം. ചെറിയ ചെറിയ റീസൺസിൽ ഈ ഡിവോഴ്സ് ഞങ്ങൾക്ക് നിന്നെ വേണ്ട, നീ എന്നെ ഡിവോഴ്സ് ആയിക്കോന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങൾ ഇപ്പോൾ കുറേ ഉണ്ട്. 90% ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫ്, ഈവൻ എന്റെ ഫോട്ടോസ് കണ്ടിട്ട് കുറെ ആൾക്കാരെ മാഷാ നിങ്ങൾ എന്ത് റൊമാൻറ്റിക് കപ്പിളാണ്. അന്ന് രാത്രിയായിരിക്കും ഞങ്ങളുടെ വലിയ തല്ലെന്ന് വെച്ചാൽ ഞങ്ങളുടെ തല്ലിന്റെ സമയത്ത് എൻ്റെ മാപ്പിളും എൻ്റെ ഹസ്ബൻഡ് ഉമ്മ പറയും നായും പൂച്ചയെ പോലെ തല്ലാക്കിയിട്ട് തേനും പാലും അവരാവനാകുമ്പോൾ ലൈക്ക് ഞങ്ങൾ തല്ലാക്കും. അതേപോലെ നേരം ആ നേരാവാനുള്ള ഒരു ഇതും കൂടി വേണം. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഹസ്ബൻഡോട് നേരാവാൻ ട്രൈ ചെയ്യുക. ഇത് ഹസ്ബൻഡ് ആയാലും വൈഫായാലും നേരായിട്ട് ഉറങ്ങാൻ ട്രൈ ചെയ്യുക. അതെപ്പോഴും കീപ്പ് ചെയ്യാം. നമുക്ക് കുറെ സമയം ചൊടിച്ചിരിക്കാനുള്ള ഒരു രാത്രി നീട്ടി വെക്കാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എന്താ വെച്ചാല് ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. നിങ്ങളൊരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ നിങ്ങളെ ലൈഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്റെ ഉമ്മാക്കൊരു സുഖമില്ലാതാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എൻ്റെ ഉമ്മാക്ക് ഇപ്പോൾ ഒരു സുഖമില്ലാതെ എൻ്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു താങ്ങായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡിനോട് എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. അതൊരു നല്ല ഓപ്ഷൻ അല്ലാന്നല്ല, ചിലപ്പോൾ നല്ലൊരു ഹസ്ബൻഡ് എല്ലാ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആയാലും ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറച്ചായിട്ടും, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവാണ്. അല്ലാന്നല്ല, അങ്ങനത്തെ ഹസ്ബൻഡ്സ് ഉണ്ടാവും. എന്നാലും നിന്നെ കൊണ്ട് പറ്റുന്ന നിന്റെ കഴിവ് കാണിക്കുക. എന്തെല്ലാം ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുക. ചെറിയ ചെറിയ ബിസിനസ് ആണെങ്കിലും അതിൽ വലിയ വലിയ അച്ചീവ്മെന്റ്സ് നമ്മുടെ കാസർഗോഡ് തന്നെ കുറേ ആൾക്കാർ നേടുന്നുണ്ട്. മാഷാ അല്ലാഹ് ക്രാഫ്റ്റിങ്ങിലും അതിലും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആളെയൊക്കെ മോട്ടിവേഷൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. അല്ലാതെ ഇത് പണിയൊന്നുമില്ല ഇപ്പൊ പേപ്പർ കയറിയിട്ട് കുറെ അത് പറയരുത്. അങ്ങനത്തെ ഡീമോട്ടിവേഷൻ ഞങ്ങളുടെ ആ ഒരു ഹോൾ വീക്ക് ഞങ്ങളെ തകർക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അതിനാണ് എൻ്റെ പേജിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസർ വെക്കുമ്പോൾ അതിൽ കുറെ ഡീമോട്ടിവേഷൻ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. അത് ചിലപ്പോൾ എന്നെ തകർക്കുന്ന പോലത്തെ മെസ്സേജ് ആയിരിക്കാം, ചിലപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ നല്ല നല്ല വാക്കുകൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വാക്കായിട്ട് പറയാൻ ട്രൈ ചെയ്യുക. എല്ലാ ഓണ്ടർപ്രണേഴ്സിനോടും ചെറിയ ചെറിയ ബിസിനസ് ചിലപ്പോൾ വീട്ടിൽ നെഗറ്റീവ് വെക്കുന്ന ആൾക്കാരോടായാലും ഇത് നല്ലതാണ്, നിനക്ക് ഇതിൽ പൈസ കിട്ടും, ഒരു 100 രൂപ ആണെങ്കിൽ നിന്റെ ആക്കാൻ പറ്റുന്നല്ലോ, അങ്ങനെയുള്ളൊരു
മോട്ടിവേഷൻ കൊടുക്കണം, മെന്റാലിറ്റി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഓക്കെ, അപ്പോൾ ആസ് സഫാന സെഡ്, ഡിവോഴ്സ് ഇസ് നോട്ട് നോർമൽ. ഡിവോഴ്സ് ഇങ്ങനെ നോർമലായിട്ട് ചെയ്യേണ്ട കാര്യം. ദാറ്റ്സ് സ്റ്റാർട്ടിങ് ഫോർ യുവർ ലൈഫ്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ തുടക്കം. എൻ്റെ ഡിവോഴ്സ് ആണ് എൻ്റെ ജീവിതത്തിന്റെ തുടക്കം. അതേപോലെ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു കുത്തിയിരിക്കരുത്. നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കുക. നിങ്ങൾക്ക് കഴിയുന്ന എന്ത് കഴിവാണോ അത് വെച്ച് നിങ്ങൾ മുമ്പോട്ടേക്ക് പോയേ പറ്റൂ. ലൈഫ് എടുത്ത് തീർന്നു എന്ന് പറഞ്ഞിരിക്കരുത്. അത് നിങ്ങൾക്ക് തീർത്താ തീരാത്തൊരു സങ്കടമായിട്ട് ജീവിതത്തിൽ തീരും. ഇൻഷാല്ലാ ഇതുപോലെ ഡിവോഴ്സായ എല്ലാവർക്കും അവരുടേതായ നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടാനോ വൈഫിനെ കിട്ടാനോ ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പോകാനും. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കരുത്. എനിക്കത് സങ്കടം ഉണ്ടാക്കുന്നു. ബിക്കോസ് ഞാനൊരു മോട്ടിവേഷൻ ആവരുത് ഡിവോഴ്സിന്. ഞാനൊരു മോട്ടിവേഷൻ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റോറി അവിടെ ആക്ച്വലി എഴുതിയത് തന്നെ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ എഴുതില്ലായിരുന്നു. അതിനെൻ്റെ കുറേ ആൾക്കാർ എനിക്ക് അതിലും ഡിമോട്ടിവേഷൻ തന്നെ, എഴുതരുത്. പക്ഷെ ഞാൻ എഴുതിയതിൽ ഐ എം സോ ഹാപ്പി. ബിക്കോസ് ഞാൻ ഇങ്ങനത്തെ സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് ഫസ്റ്റ് തന്നെ സന്തോഷം കിട്ടിയതല്ല. എൻ്റെ ഷോപ്പ് പെട്ടെന്ന് ഉണ്ടായതല്ല. കുറേ കരഞ്ഞിട്ടും കുറേ പൈസക്ക് ബുദ്ധിമുട്ടായിട്ടും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുമാണ് ഞാൻ ഇന്ന് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. ഇന്നും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഐ എം നോട്ട് ടോട്ടലി സക്സസ്ഫുൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇനിയും ഉണ്ട്, ഞാൻ കുറേ ഉണ്ട് സക്സസ് ആവാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ലാ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ആസ് ഷീ സെഡ്, ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്, എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അഫാന കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു അവർ ഷോ. മുമ്പോട്ട് ഇനി ഒരുപാട് നല്ല രീതിയിൽ ബിസിനസ് ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫിൽ എല്ലാ രീതിയിലും നല്ല സക്സസ് ലൈഫിലേക്ക് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻവൈറ്റ്.